കാസർഗോഡ് കാഞ്ഞങ്ങാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു. തത്സമയം. തിളക്കമാർന്ന ഒരു സമ്മേളനമാണ് ഇന്നിവിടെ സമാപിക്കുന്നത്. ഇത്തരത്തിൽ ഈ സമ്മേളനത്തെ ഒരു മഹാസംഭവമാക്കാൻ പ്രവർത്തിച്ചവരും നേതൃത്വം നൽകിയവരും അതുമായി സഹകരിച്ചവരുമായ എല്ലാവരെയും ഹാർദമായി അഭിനന്ദിക്കട്ടെ. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ മഹിളാ സംഘടനയാണ്. മഹിളാ സംഘടനകൾ ഒട്ടേറെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ എല്ലാ പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടുന്ന, നേതൃത്വം കൊടുക്കുന്ന മഹിളാ സംഘടന ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മാത്രമാണ് എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല. ആ സംഘടനയുടെ കരുത്ത് പൂർണ്ണമായ തോതിൽ വിളിച്ചറിയിക്കത്തക്ക രീതിയിലുള്ള സമ്മേളനം കാസർഗോഡ് ജില്ലയിൽ നടത്താൻ കഴിഞ്ഞു എന്നതിൽ സംസ്ഥാന സമ്മേളനത്തിന് ആതിഥ്യമരുളി ഒന്നിനും കുറവ് വരുത്തിയിട്ടില്ല എന്ന നില അവകാശപ്പെടാൻ തക്ക സാഹചര്യം സൃഷ്ടിച്ചത് തീർച്ചയായും കാസർകോട്ടെ പ്രസ്ഥാനത്തിന് അഭിമാനിക്കാൻ വകയുള്ള ഒന്ന് തന്നെയാണ്. ഇന്നത്തെ കാലത്ത് നമ്മുടേതായ സമൂഹത്തിൻ്റെ പ്രത്യേകത സ്വാഗത പ്രസംഗത്തിൽ വളരെ വിശദമായി എടുത്തു കാണിച്ചെങ്കിലും നമ്മുടെ നാടിന് പുറത്തുള്ള പ്രദേശങ്ങളിൽ നമ്മുടെ രാജ്യത്തെ മറ്റു ഭാഗങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ പലതും നമ്മെ ആകെ ഉത്കണ്ഠപ്പെടുത്തുന്നവയാണ് എന്നതാണ് വസ്തുത. സാധാരണ നിലക്ക് നടക്കാൻ പാടില്ലാത്ത പലതും രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നടക്കുകയാണ്. അതിലൊന്നാണ് ജനിക്കുന്ന കുട്ടി, ആ കുട്ടിയുടെ ലിംഗനിർണയം നടത്തി ഇന്നത്തെ ശാസ്ത്ര പുരോഗതിയിലൂടെ സാധിക്കുന്നൊരു കാര്യമാണത്. പെണ്ണാണെങ്കിൽ ജനിക്കേണ്ട എന്ന് തീരുമാനിക്കുന്ന അത്യന്തം ഹീനമായ നടപടികൾ. ഇത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ആപൽക്കരമായ പ്രവണതയായി തന്നെ വളർന്നു വരികയാണ്. ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശരിയായ നിലപാടെടുത്ത് സമൂഹത്തെ ബോധവൽക്കരിക്കാൻ മഹിളകളുടെ സംഘടന എന്ന നിലക്ക് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും
ഇതൊരു സ്ത്രീയുടെ മാത്രം പ്രശ്നമല്ല എന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ നാടിൻ്റെയും രാജ്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെ പ്രശ്നമായിട്ടത് മാറുകയാണ്. അപ്പോൾ സ്ത്രീയെ പോലെ തന്നെ പുരുഷനും ഉത്തരവാദിത്വമുള്ളൊരു കാര്യമാണ്. ഇതുപോലുള്ള കാര്യങ്ങളിൽ സ്ത്രീയും പുരുഷനും ചേർന്ന പൊതുസമൂഹമാകെ ഇത്തരം ഹീനമായ സമ്പ്രദായങ്ങൾക്കും നീക്കങ്ങൾക്കുമെതിരെ പ്രതികരിക്കാൻ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട് പല കാര്യങ്ങളിലും വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്നൊരു നാടാണ്. അതിന് ഇടയാക്കിയ ഒട്ടേറെ കാരണങ്ങളുമുണ്ട്. എന്നാൽ നമ്മുടെ നാടിൻ്റെ അതേ നിലയല്ല മറ്റു പല ഭാഗങ്ങളിലും തുടരുന്നത്. ഇവിടെ രാത്രി മുഴുവൻ പരിപാടി നടത്തിയൊരു കാര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുകയുണ്ടായി. തീർച്ചയായും നല്ലൊരു സന്ദേശം നൽകാൻ ഉതകുന്ന ഒരു പരിപാടി തന്നെയാണ്. അത്തരം പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നതിൽ തെറ്റുമില്ല, സംഘടിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്നാൽ സ്വന്തം ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഹതഭാഗ്യരായ സഹോദരിമാർ ചിലര് പിച്ചി ചീന്തപ്പെട്ട സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നടന്ന കാര്യം നാം കേട്ടതാണ്. നമ്മുടെ കൺമുന്നിലുള്ള യാഥാർത്ഥ്യമാണത്. ഇവിടെ ഏതൊരു സ്ത്രീക്കും എല്ലാ പ്രദേശങ്ങളിലും ഏത് സമയത്തും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. അങ്ങനെ സഞ്ചരിക്കുന്നവരെ പിച്ചി ചീന്താൻ തയ്യാറാകുന്ന കശ്മലന്മാർ നമ്മുടെ രാജ്യത്തിൻ്റെ ചില പ്രദേശങ്ങളിൽ ശാപമായി നിലകൊള്ളുന്നുണ്ട്. ഇത് അതിശക്തമായ പ്രതിഷേധത്തിന് ഇടയാക്കിയ സംഭവങ്ങളാണ്. ചിലത് ദേശവ്യാപകമായി തന്നെ പ്രക്ഷോഭമുയർത്തുന്നതിനിടയാക്കിയിട്ടുണ്ട്. എന്നാൽ പ്രക്ഷോഭമുയർത്തിയ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ മുൻപന്തിയിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷനെ കാണാൻ സാധിക്കും. വ്യത്യസ്ത സംഘടനകൾ, വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാം ഇത്തരം കാര്യങ്ങളെ തുറന്നു കാണിക്കാനും എതിർക്കാനും മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇക്കാര്യത്തിലും ഇത്തരം അതിക്രമങ്ങളെ എതിർക്കേണ്ടതും ഇത്തരം കശ്മലന്മാരെ ഒറ്റപ്പെടുത്തേണ്ടതും സ്ത്രീകളുടെ മാത്രം പ്രശ്നമാണ് എന്ന നിലക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ സമൂഹമാകെ ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണം. സമൂഹം ഒറ്റക്കെട്ടായി ഇതിനെതിരെ അണിനിരക്കാൻ തയ്യാറാവണം. അതിൽ സ്ത്രീയും പുരുഷനും ഒന്നായി നിന്നുകൊണ്ടുള്ള സമൂഹത്തിൻ്റെ ഇടപെടൽ ഉയർന്നു വരികയാണ് വേണ്ടത്.
ചില ഘട്ടങ്ങളിൽ നാം ചില വാർത്തകൾ കേൾക്കാറുണ്ട്. നമ്മെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ. അതിനിപ്പോ ഒരു പേര് നൽകിയിട്ടുണ്ട്: ദുരഭിമാന കൊല. രണ്ടുപേർ തമ്മിൽ, ഒരു ചെറുപ്പക്കാരിയും ഒരു ചെറുപ്പക്കാരനും തമ്മിൽ ഇഷ്ടപ്പെടുന്നു. അവരപ്പോ അവരുടെ കുടുംബ പാരമ്പര്യമോ അവര് ഏത് ജാതിയിൽ ഏത് മതത്തിൽ എന്നതോ ചിന്തിക്കുന്നില്ല. രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടപ്പെടുന്നു. ആ ഇഷ്ടം വളർന്ന് രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്ന നിലയിലേക്ക് എത്തുന്നു. അങ്ങനെ ഒന്നിച്ച് തീരുമാനിക്കാൻ നിശ്ചയിച്ച കാര്യം വീട്ടുകാരറിയുമ്പോൾ നേരത്തെ പറഞ്ഞ ദുരഭിമാന പ്രവണതയുള്ളവർ, ഇവർ തമ്മിലുള്ള വ്യത്യാസം ആൺപെൺ വ്യത്യാസമല്ല. ചിലപ്പോ ജാതിയുടെ വ്യത്യാസം, കുടുംബത്തിന്റെ വ്യത്യാസം, മതത്തിന്റെ വ്യത്യാസം, ഇത് കണക്ക് കൂട്ടുകയാണ്. അപ്പൊ അവരെ തടയാൻ ശ്രമിക്കുന്നു. അവര് കല്യാണം കഴിക്കേണ്ട പ്രായമായി, രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായി കല്യാണം കഴിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഒട്ടേറെ കൊലകൾ നടക്കുന്നു. കല്യാണം കഴിച്ച ചെറുപ്പക്കാരനെ കൊല്ലുന്നു, കല്യാണം കഴിച്ച പെൺകുട്ടിയെ കൊല്ലുന്നു, ചില സംഭവത്തിൽ രണ്ടുപേരെയും കൂടിക്കൊല്ലുന്നു. ഇവിടെ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം വലിയ തോതിൽ മുന്നേറി എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള കാടത്തങ്ങൾ നിലനിൽക്കുകയാണ്, അപരിഷ്കൃത സമ്പ്രദായങ്ങൾ നിലനിൽക്കുകയാണ്. ഇത് പല ഘട്ടങ്ങളിലും ഇത്തരം സംഭവങ്ങൾ നടക്കുന്ന ചില പ്രദേശങ്ങളിൽ ഭരണ സംവിധാനം ജാഗ്രതയോടെ ഇടപെടുന്നില്ല എന്ന ആക്ഷേപവും ഉയർന്നു വരുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ഇത്തരത്തിൽ നടക്കുകയാണ്. സ്വാഭാവികമായും വ്യത്യസ്ത സംഘടനകൾ ആ സംഭവങ്ങളിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലിയ പ്രതിഷേധം ഉയർന്നു വരുന്ന ഘട്ടത്തിലാണ് ചിലയിടങ്ങളിൽ പോലീസും ഭരണകൂടവും ഉയർന്നു പ്രവർത്തിച്ചിട്ടുള്ളത്. എന്നാൽ സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പൊ നമ്മുടെ രാജ്യത്തിനകത്ത് ഇത്തരം അപരിഷ്കൃത നടപടികൾക്കെതിരെയുള്ള ബോധവൽക്കരണം ഒഴിച്ചുകൂടാത്തതാണ്. നിയമം ശക്തമായി അതിൻ്റെതായ നടപടികൾ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ ആകെ ബോധം
ഉയർത്തുന്നതിനുള്ള ശ്രമവും നടക്കേണ്ടതായിട്ടുണ്ട്. ആ ശ്രമം നടത്തുന്നതിലും സ്ത്രീയും പുരുഷനും ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള സമൂഹത്തിന്റെ ആകെയുള്ള ശക്തമായ ഇടപെടലാണ് ആവശ്യം. നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് നേരത്തെ സ്ത്രീക്ക് സ്വാതന്ത്ര്യത്തിന് അവകാശമില്ല എന്ന ഒരു സിദ്ധാന്തം നിലനിന്നിരുന്നു. സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. നാം ചിലരെങ്കിലും വിചാരിക്കും അതെല്ലാം പഴയ കാലത്ത് നടന്നതാണല്ലോ എന്ന്. ഏതോ ഒരു കാലത്ത് എഴുതി വെച്ച ഒരു കാര്യം എന്തിനാണ് ഇവരെ പോലുള്ള ചിലരൊക്കെ ഇപ്പോഴും പറയുന്നത് എന്ന് ചിന്തിക്കുന്ന ചിലരെങ്കിലും ഉണ്ടാകും. പക്ഷേ അടുത്ത കാലത്ത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന RSSന്റെ സർസംഘചാലക് ഒരു നിരീക്ഷണം നടത്തി. ആ നിരീക്ഷണത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഭാര്യ വീട്ടിലൊതുങ്ങി കഴിയേണ്ടവളാണ്. നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യാസമുള്ളതല്ല. മനുസ്മൃതിയുടെ പഴയ നിലപാട് ഇപ്പോഴും വെച്ചു പുലർത്തുന്ന സ്ത്രീ വിരുദ്ധ നിലപാട് സൂക്ഷിക്കുന്ന സംഘടനയായാണ് ഈ സർസംഘചാലകിന്റെ RSSനെ കാണാൻ കഴിയുക. അടുത്ത കാലത്ത് കഴിഞ്ഞ പെരുന്നാളിന്റെ തൊട്ടു മുൻപുള്ള രാത്രി ഹരിയാനയിൽ അതിബീഭത്സമായ ഒരു സംഭവം നടന്നു. നമ്മുടെ സഖാവ് പി കരുണാകരനും മറ്റും അവിടെ സന്ദർശിച്ച കൂട്ടത്തിലുള്ളവരാണ്. ശാന്തമായ ഒരു പ്രദേശം. ആ ശാന്തമായ പ്രദേശത്ത് ആളുകൾ തങ്ങളുടെ വീട്ടിന്റെ പുറത്തുള്ള കോലായിൽ കിടന്നുറങ്ങുന്നു. പുരുഷന്മാർ ഒരു സംഘം ഇരച്ചു കയറുകയാണ് രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത്. ആ ഉറങ്ങുന്നിടത്ത് തന്നെ അവരെ കശാപ്പ് ചെയ്യുന്നു. ബഹളം കേട്ടുണർന്ന കുടുംബാംഗങ്ങൾ, അതിൽ സ്ത്രീകളുണ്ട്, ചെറിയ പെൺകുട്ടികളുണ്ട്, കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികളുണ്ട്. ആ പെൺകുട്ടികൾ ഓടി രക്ഷപ്പെട്ടു. ഓടി രക്ഷപ്പെട്ട പെൺകുട്ടികൾ എവിടെയാണെന്ന് ഈ അക്രമികൾക്ക് കണ്ടെത്താനാകുന്നില്ല. ഇരുട്ടിൽ എവിടെയോ മറഞ്ഞിരിക്കുന്നു. അപ്പോൾ വീട്ടിലുള്ള ചെറിയ കുട്ടിയുണ്ട്. ആ ചെറിയ കുട്ടിയുടെ കഴുത്തിന് കത്തിവെക്കുകയാണ്. വെളിയിൽ വന്നില്ലെങ്കിൽ കഴുത്തറക്കും എന്ന് പ്രഖ്യാപിക്കുന്നു. ആ കുട്ടിയെ ഇഷ്ടപ്പെടുന്ന കൗമാരപ്രായത്തിലുള്ള ആ സഹോദരിമാർ ഇങ്ങോട്ട് വരുന്നു. അവരെ വലിച്ചു വെച്ച് അതിനടുത്തുള്ള
ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. കൂട്ടമായി ബലാത്സംഗം ചെയ്യുന്നു. സംഘപരിവാറാണ് ഇത് സംഘടിപ്പിച്ചത്. അവര് പിറ്റേ ദിവസം ആ സംഭവം നടന്ന് ഈ തരത്തിൽ അതിക്രൂരമായ പീഡനത്തിനിരയായ അവർ വെള്ളം ചോദിക്കുന്നു, കുടിക്കാൻ വെള്ളം. ഈ സംസ്കാരഹീനർ അവരുടെ മുഖത്തേക്ക് മൂത്രമൊഴിച്ചു കൊടുക്കുന്നു. നമ്മുടെ രാജ്യത്ത് നടന്ന സംഭവമാണിത്. നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനത്തിനടുത്ത് നടന്ന സംഭവമാണിത്. ഈ രാജ്യത്തിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന RSSന്റെ നേതൃത്വമുള്ള സംഘപരിവാർ നടത്തിയ സംഭവമാണിത്. പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുന്നു. പോലീസുകാർ ഇവരുടെ അടുത്ത് വരുന്നില്ല. ഇവരെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നു. എന്നിട്ട് ആസ്വദിക്കുകയാണ്, ഇവരെ ആക്ഷേപിക്കുകയാണ്, അവഹേളിക്കുകയാണ്. മണിക്കൂറുകളോളം സ്റ്റേഷനിൽ ഇരുത്തുകയാണ്. പോലീസിന്റെ വകയുള്ള വിചാരണ നടത്തുകയാണ്. കാരണം സംഘപരിവാറിനെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഗവൺമെന്റാണ് സംസ്ഥാനത്തുള്ളത്. ഇത്തരത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന, സ്ത്രീകളെ ലൈംഗികാതിക്രമത്തിന് വിധേയരാക്കുന്ന ഒട്ടേറെ സംഭവങ്ങളാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്നത്. ഇത് ഗൗരവമായി കാണേണ്ട ഒരു പ്രശ്നമാണ്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്തൊക്കെ വലിയ തോതിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഇടപെടുന്നു. അതിന്റെ നേതാക്കൾ എത്തിച്ചേരുന്നു. അതിനെതിരെ നാടിന്റെ വികാരമുയർത്താൻ ശ്രമിക്കുന്നുവെന്നതെല്ലാം എല്ലാ തരത്തിലും മാതൃകാപരമായ പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ തോതിൽ സ്വാധീനമില്ലാത്ത ഇത്തരം ചില പ്രദേശങ്ങളിൽ പോലും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഘടനയായി മാറുന്നത്. ഈ ഇടപെടൽ ഇനിയും കൂടുതൽ ശക്തിപ്പെടുത്താൻ ജനാധിപത്യ മഹിളാ അസോസിയേഷന് കഴിയും എന്നത് ഉറപ്പുള്ള കാര്യമാണ്. എന്നാൽ സ്ത്രീ പ്രശ്നം, ഇതിലെല്ലാം അടങ്ങിയിട്ടുള്ള സ്ത്രീ പ്രശ്നം, അത് പരിഹരിക്കാൻ സ്ത്രീകൾ മാത്രം ഇടപെട്ടാൽ പോരാ. സ്ത്രീ വിമോചനം നമ്മുടെ സമൂഹത്തിന്റെ ആകെ ഇടപെടൽ ആവശ്യമുള്ള പ്രശ്നമാണ്. സ്ത്രീയും പുരുഷനും ഒന്നായി നിന്നുകൊണ്ടുള്ള ഇടപെടലാണ് ആവശ്യം. നമ്മുടെ നാടിന്റെ പ്രത്യേകതകൾ പരിശോധിച്ചാൽ ഈ കാര്യങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും. നമ്മുടെ നാട് ഇന്നത്തെ അവസ്ഥയിലെത്തിയത് പെട്ടെന്നൊരു ദിവസമല്ല.
ദീർഘമായ പ്രക്ഷോഭങ്ങളും ഇടപെടലുകളും അതിനകത്തുണ്ടായിരുന്നു. ഇവിടെ ആ പ്രക്ഷോഭങ്ങളിൽ സ്ത്രീയും പുരുഷനും ഒരേപോലെ പങ്കാളികളായിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ സ്ത്രീകൾ തന്നെ സജീവമായ പങ്കും വഹിച്ചിട്ടുണ്ട്. നമ്മുടെ നാട് പഴയ കാലത്ത് ഇന്നത്തേതുപോലെ വസ്ത്രം ധരിക്കാൻ അവകാശമുള്ളൊരു നാടായിരുന്നില്ല. നിശ്ചിത ക്രമമുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് മാറുമറക്കാൻ അവകാശമില്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു. അതിനെതിരെ നിരോധാത്മകമായ നിലപാടും സമരവും പ്രക്ഷോഭങ്ങളും സ്ത്രീകളുടെ പങ്കാളിത്തത്തോടെ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇന്ന് മാല ധരിക്കുകയോ ധരിക്കാതിരിക്കുകയോ ചെയ്യാം. പണ്ട് കല്ലുമാലയെ ധരിക്കാൻ ഒരു കൂട്ടർക്ക് അവകാശമുണ്ടായിരുന്നു. ആ കല്ലുമാല പൊട്ടിച്ചെറിഞ്ഞ് നമ്മുടെ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി, സ്ത്രീയുടെ അവകാശത്തിന് വേണ്ടി ഉയർന്നു വന്ന പ്രക്ഷോഭം അത് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. പലതരത്തിലുള്ള നികുതികൾ ചുമത്തിയ കൂട്ടത്തിൽ സ്ത്രീകളുടെ ചില അംഗങ്ങൾ പറഞ്ഞുകൊണ്ട് നികുതി ചുമത്തിയതിനെതിരെ ശക്തമായ പ്രക്ഷോഭം നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നിരുന്നു. ഇങ്ങനെയുള്ള സ്ത്രീകൾ തന്നെ പങ്കുവഹിച്ചുകൊണ്ട് നടത്തിയ പ്രക്ഷോഭങ്ങൾ നവോത്ഥാന കാലഘട്ടം. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എല്ലാ സമുദായത്തിലും സ്ത്രീകൾ അടിമതുല്യമായ ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. കേരളത്തിലെ ചരിത്രമെടുത്താൽ ഏറ്റവും ഉയർന്ന ശ്രേണിയിൽ നിന്നിരുന്നത് ബ്രാഹ്മണ വിഭാഗമായിരുന്നു. പക്ഷെ ബ്രാഹ്മണ വിഭാഗത്തിലെ അന്തർജനങ്ങൾ അടുക്കളയിൽ മാത്രം കഴിയാൻ വിധിക്കപ്പെട്ടവരായിരുന്നു. അവർക്ക് പുറത്തു വരാൻ അവകാശമുണ്ടായിരുന്നില്ല. ഹീനമായ സമ്പ്രദായങ്ങളുടെ, ആചാരങ്ങളുടെ തടവറയിലായിരുന്നു.